ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സിനിമ ഒരു ജനകീയ കല തന്നെയാണ്. സിനിമയും നാടകവും എടുത്താൽ ഏറ്റവും കൂടുതൽ പ്രചരണം കിട്ടുന്നത് സിനിമയ്ക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ആദ്യകാലങ്ങളിൽ ഏറ്റവും വലിയ പ്രചരണ ഉപകഥയായി സിനിമ കണ്ടത്. ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഏറ്റവും കൂടുതൽ സഹായം ചെയ്തത് KPSC ആണ്. KPSCയുടെ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി നാടകവുമാണ്. നാടകം ഒരു ഭാഗത്ത് കളിച്ചുകൊണ്ടിരുന്നപ്പോൾ പിന്നീട് അവർക്ക് തോന്നിയത് എന്താ, ഈ ആശയ പ്രചരണത്തിനും നാടകത്തിനോടൊപ്പം തന്നെ അതിന് മേലെ നിൽക്കുന്നത് സിനിമയായിരിക്കും. അങ്ങനെ പിന്നെ അവർ ആശയ പ്രധാനമുള്ള സിനിമകൾ ചെയ്തു. ഈ സിനിമകൾ ചെയ്തു എന്ന് പറയാൻ ഇന്ത്യയൊട്ടാകെ ക്ഷാമം പിടിപെട്ടപ്പോൾ ആശയപരമായിട്ട് സംഘടന ഉണ്ടായി. ഇന്ന് അറിയപ്പെടുന്ന ഇന്ത്യൻ പീപ്പിൾസ് തിയേറ്റർ അസോസിയേഷൻ IPTA, അവരെടുത്ത സിനിമകൾ എന്ന് ആലോചിക്കണം. വളരെ പ്രശസ്തരായ MS സത്യു, കൈഫി ആസ്മി, ബെല്ല സാഹിനി അങ്ങനെ അടക്കമുള്ളവർ, ഈ ഇന്ത്യയിലെ ഇടതുപക്ഷ ചിന്താഗതിക്കാരായുള്ളവരെല്ലാവരും സിനിമ ചെയ്തു. ആ സിനിമയുടെ മുഖമെന്ന് പറഞ്ഞാൽ ആശയപ്രചരണം മാത്രമായി ആലോചിക്കണം. അതിലൊരു സിനിമയാണ് ഇന്ത്യയും പാകിസ്ഥാനുമായി ഈ വേർപിരിഞ്ഞപ്പോൾ വകുത്തപ്പോൾ ഉണ്ടായ ആശയം. അങ്ങനെ കുറേ സിനിമകൾ ഈ രാജ്യത്തുണ്ടായി, കുറേ നാടകങ്ങളുണ്ടായി. പിന്നെ നമ്മൾ കാണുന്നത് എന്താ, ഒരു നടനെ വെച്ച് ഒരു സിനിമ വിജയിച്ചാൽ ആ നടനെ വെച്ച് തന്നെ മാക്സിമം ഉപയോഗപ്പെടുത്താവുന്ന സിനിമകളുണ്ടായി. പ്രേം നസീറാണ് അതിന് ഏറ്റവും കൂടുതൽ ബലിയാടായ നടൻ എന്നാലോചിക്കണം. ഇവിടെ നമ്മളിപ്പോൾ പറയുന്നൊരു നടൻ മമ്മൂട്ടിയെക്കുറിച്ചാണെന്ന് ആലോചിക്കണം. മമ്മൂട്ടിയെക്കുറിച്ച് എന്ന് പറയുമ്പോൾ മമ്മൂട്ടി IV ശശിയുടെ സിനിമയിലൂടെ ഒരു സ്ഥാനത്ത് വന്നപ്പോൾ ഈ നടനെ ഉപയോഗിക്കാമെന്ന് IV ശശി തീരുമാനിച്ചു. അങ്ങനെ തൻ്റെ അഹിംസയിലും നല്ല പ്രാധാന്യമുള്ള റോള് കൊടുത്തു. ആ വർഷത്തെ ഏറ്റവും നല്ല സഹനടനുള്ള അവാർഡ് മമ്മൂട്ടിക്ക് ലഭിക്കുകയുണ്ടായി. പിന്നെ നമ്മൾ കാണുന്നത് IV ശശി മമ്മൂട്ടി കോമ്പിനേഷനുള്ള സിനിമകളാണ്. തിരക്കഥാകൃത്തുക്കൾ ഇങ്ങനെ മാറി മാറി വരുന്നുണ്ട്. അങ്ങനെ പ്രധാനപ്പെട്ട എല്ലാ സംവിധായകരുടെയും കീഴിൽ മമ്മൂട്ടി അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇടയ്ക്ക് IV ശശിക്ക് എഴുത്തുകാരനായി ലോഹിതദാസ് വന്നു. അപ്പം മമ്മൂട്ടിയുടെ പുതിയ സിനിമ ചെയ്യണം, ധാരാളം ഡേറ്റ് ഇരിക്കുകയാണ് IV ശശിക്ക്. അപ്പം മമ്മൂട്ടിക്ക് ഏത് റോള് കൊടുക്കും, ഏത് സിനിമ, ഏത് കഥയുണ്ടായിരിക്കും? കഥയായിട്ടില്ല. മമ്മൂട്ടിക്ക് പറ്റിയൊരു കഥയുണ്ടാവണം. മമ്മൂട്ടി അപ്പോൾ ബെസ്റ്റ് സെല്ലറാണെന്ന് ആലോചിക്കണം മമ്മൂട്ടി സിനിമകളെല്ലാം. അപ്പോൾ ശശി ഇരിക്കുന്നു, ലോഹിതദാസ് ഇരിക്കുന്നു, മമ്മൂട്ടി ഇരിക്കുന്നു. ഒരു കഥയുടെ ഡിസ്കഷന് വേണ്ടിയാണ്. കഥയായിട്ടില്ല. ആലോചിച്ചിരിക്കെ ലോഹിതദാസ് പറയുന്നു, ഒരു കഥാപാത്രം ഉണ്ടായിട്ടുണ്ട് എനിക്ക്. എൻ്റെ സാധാരണ അങ്ങനെ തന്നെ മിക്കതും നാടകകൃത്തായിരുന്നല്ലോ ലോഹിതദാസ്. അപ്പോൾ ഒരു കഥാപാത്രം സൃഷ്ടിച്ച് മമ്മൂട്ടിക്ക് വേണ്ടി ഉള്ളൊരു കഥാപാത്രം സൃഷ്ടിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ആലോചിച്ചപ്പോൾ നെഗറ്റീവ് ടച്ചുള്ളൊരു കഥാപാത്രമാണ്. വാറുണ്ണി എന്നാണ് ആ കഥാപാത്രത്തിന് പേരിട്ടിരിക്കുന്നത്. അത്രേ ആയിട്ടുള്ളൂ. അപ്പോൾ ശശി ആലോചിച്ചു, അങ്ങനെ വാറുണ്ണി മാത്രം ഉണ്ടായാൽ ബാക്കി എങ്ങനെ? മമ്മൂട്ടിക്കും ഒരു പിടുത്തം കിട്ടുന്നില്ല. പറഞ്ഞു വന്നപ്പോൾ ലോഹിതദാസ് മമ്മൂട്ടി പറഞ്ഞല്ലോ, മാറുണ്ണിയുടെ കഥാപാത്രം ഇങ്ങനെയാണ്, സൗന്ദര്യമില്ല, എന്നാൽ നെഗറ്റീവ് ടച്ചുള്ളൊരു കഥാപാത്രം കൂടിയാണ്. എല്ലാ പരിവേഷവും അയാൾക്കുണ്ട്. സ്ത്രീകൾക്ക് ഇഷ്ടപ്പെടുന്നതാണ്, സ്ത്രീകൾ വെറുക്കുന്നതാണ്. അങ്ങനെ 2 തരത്തിലുള്ളൊരു കഥാപാത്രമാണ്. നമുക്ക് പേരും ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. മൃഗയ എന്നാണ് ഈ സിനിമ ചെയ്യുകയാണെങ്കിൽ പേരിടേണ്ടത്. അങ്ങനെ മൃഗയിലെ മൃഗയ ടൈറ്റിലുണ്ടായി, വാറുണ്ണി എന്നുള്ള കഥാപാത്രമുണ്ടായി. വാറുണ്ണിയുടെ കഥാപാത്രത്തിൻ്റെ ഏകദേശ രൂപം വരച്ച് കാണിച്ചു, പറഞ്ഞു കാണിച്ചു. അപ്പോൾ ശശിക്കൊരു സംശയമുണ്ടായി, ഇത് ഏക്കുമോ? ഏക്കാതിരിക്കില്ല. കാരണം മമ്മൂട്ടിയുടെ ഇതുവരെ കാണാത്ത ഒരു രൂപമാണ്. ഒരു നായ, ഒരു ഗ്ലാമറില്ലാത്ത മമ്മൂട്ടി അങ്ങനെ നടക്കുകയാണ് ശരിക്ക്. അത് മമ്മൂട്ടിയോട് ചോദിച്ചു. മമ്മൂട്ടി പറഞ്ഞു, സംഭവം കൊള്ളാം, പക്ഷേ എനിക്കത് പൂർണ്ണമായിട്ട് എടുക്കാൻ ഞാൻ പറയില്ല. പിന്നെ എന്നെ വിശ്വസിച്ച് നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാം. ഇതിൻ്റെ വിജയമായാലും പരാജയമായാലും എനിക്കൊരു ക്രെഡിറ്റും വേണ്ട. അപ്പം അങ്ങനെ പറഞ്ഞപ്പോൾ ശശി പറഞ്ഞു, ശരി, ആ റിസ്ക് ഞാനെടുക്കാം, ഇത് തുറന്നാൽ കൊള്ളാം എന്ന് പറയണം. അങ്ങനെയാണ് വാറുണ്ണി എന്നുള്ള കഥാപാത്രം ഈ കഥ വികസിച്ച് പോകുന്നത്.
പിന്നെ നമ്മൾ കാണുന്ന ആ സിനിമ ഓരോ ദിവസം, അതായത് ലോഹി ഫുൾ സ്ക്രിപ്റ്റ് എഴുതിയിട്ടും കൊടുക്കാറില്ല. ചില സമയങ്ങളിൽ ഡിസ്കസ് ചെയ്ത് നാളെ എടുക്കേണ്ട സീൻ ഇന്നതായിരിക്കണം. കാരണം ഒരു നാടക സ്റ്റൈലിൽ തന്നെയാണ് എന്നും ഈ ലോഹിദാസ് എഴുതിയിരിക്കുന്നത്. നല്ല പഞ്ചുണ്ടായിരിക്കും, ലാഗ് ഉണ്ടാവില്ല. അതാണ് ലോഹിയുടെ നാടകത്തിലും സിനിമയിലും ഉണ്ടായൊരു പ്രത്യേകത. തീരെ ലാഗ് ഉണ്ടാവില്ല. അങ്ങനെ കുറുക്കിക്കൊള്ളുന്ന രീതിയിലാണ് തിരക്കഥയും സംഭാഷണമായി ഇങ്ങനെ എഴുതി എടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ എടുക്കുമ്പോഴും ഈ സത്യത്തിൽ മുമ്പൊന്നും കാണാത്ത രീതിയിൽ IV ശശിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം സിനിമ ചെയ്യുമ്പോൾ ശശിക്ക് ടെൻഷൻ ഉണ്ടാവാറില്ല. പക്ഷേ ഈ സിനിമ ചെയ്യുമ്പോൾ ശശി വളരെയേറെ ടെൻഷൻ അനുഭവിച്ചിരിക്കുന്നു. ശശിയോടൊപ്പം മമ്മൂട്ടിക്കും ആ ടെൻഷൻ ഉണ്ടായി എന്ന് ആലോചിക്കണം. കാരണം അങ്ങനെ ഒരു പശ്ചാത്തലമാണത്. ഈ കഥാപാത്രത്തെ പ്രേക്ഷകർ എങ്ങനെ സ്വീകരിക്കും, ഈ കഥാപാത്രത്തെ മമ്മൂട്ടിയുടെ ഫാൻസ് എങ്ങനെ സ്വീകരിക്കും, അത് വലിയ പ്രശ്നം തന്നെയായിരുന്നു. കാരണം അങ്ങനെ ഒരു വേഷത്തിൽ മമ്മൂട്ടിയെ ഇതുവരെ ആരും കണ്ടിട്ടില്ല എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ തന്നെ നമ്മൾ കുറേ ുള്ള നായക വേഷങ്ങൾ മമ്മൂട്ടി അവതരിപ്പിക്കുന്നു, വിജയിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഇത് മുൻപും മമ്മൂട്ടി ഈ നെഗറ്റീവ് ടച്ചുള്ള കഥാപാത്രങ്ങളെ ചെയ്തിട്ടുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തൽ കൂടിയാണെന്ന് ആലോചിക്കണം. അങ്ങനെ ഓരോ ദിവസവും ഷൂട്ടിംഗ് കഴിയുമ്പോൾ, വൈകുന്നേരം ഷൂട്ടിംഗ് കഴിയുമ്പോൾ അവർ പരിശോധിക്കും ഇന്ന് എങ്ങനെ ഉണ്ടായിരിക്കുന്നു, അല്ലെങ്കിൽ ഇതുവരെ ചെയ്ത സാധനങ്ങൾ എങ്ങനെയുണ്ട്, അപ്പോൾ ഇതുവരെ ചെയ്ത് അത് കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ടെൻഷനോടെയാണ് ഓരോ ദിവസവും ഷൂട്ടിംഗ് പൂർത്തിയാക്കിയെന്ന് ആലോചിക്കണം. സിനിമ കണ്ടു, സിനിമ ഹിറ്റാകുമെന്ന് വിചാരിച്ചു. പക്ഷെ സിനിമയിൽ പ്രിവ്യൂ കാണുമ്പോൾ മദ്രാസിൽ അങ്ങനെ ചില ദോഷങ്ങളുണ്ട്. മദ്രാസിൽ സിനിമ പ്രിവ്യൂ കണ്ട് സൂപ്പർ ഹിറ്റാകുമെന്ന് പറഞ്ഞാൽ കേരളത്തിൽ ആ സിനിമ സൂപ്പർ ഹിറ്റാവുന്നില്ല. പക്ഷെ അവിടെ പറഞ്ഞ അഭിപ്രായങ്ങൾ ഏതൊരു സൂപ്പർ ഹിറ്റാകുമെന്നുള്ള രീതിയിലല്ല സിനിമ കണ്ടവർ വന്നത്. മമ്മൂട്ടി ഗംഭീരമായിരിക്കും, സംവിധാനം ഗംഭീരമായിരിക്കും, തിരക്കഥ ഗംഭീരമായിരിക്കും, ഇങ്ങനെ ഓരോരോ ഭാഗത്തെക്കുറിച്ച് പറഞ്ഞെങ്കിലും ഈ സിനിമയുടെ ടോട്ടാലിറ്റിയെക്കുറിച്ച് പലരും പറഞ്ഞില്ല എന്നാലോചിക്കണം. അപ്പം തന്നെ മമ്മൂട്ടി പറയുണ്ടായി, പേടിക്കണ്ട, അവിടെ അങ്ങനെ ഒരു റിപ്പോർട്ട് വന്നാൽ ഈ സിനിമ എന്തായാലും ഹിറ്റായിരിക്കും, അതിൽ യാതൊരു സംശയവും ഇല്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ അപ്പം ലോഹിക്കൊരു സംശയമുണ്ടായി. അവിടെയും കാണുന്നത് മനുഷ്യരാണ്, ഇവിടെയും കണ്ടത് മനുഷ്യരാണ്. അപ്പം മനുഷ്യ മനസ്സിൻ്റെ പ്രതികരണമല്ലേ ഇവിടെ പറഞ്ഞു? അല്ല, മമ്മൂട്ടി വളരെ വ്യക്തമായി അല്ല. കാരണം ഇവിടെ എല്ലാവർക്കും ഫ്രീ ആയിട്ടാണ് നമ്മൾ ഈ സിനിമ കാണാൻ കൊടുത്തിരിക്കുന്നത്. ആ വന്നവരിൽ പലർക്കും നമുക്ക് പരിചയമുള്ളവരാണ്. നമ്മുടെ മുഖത്ത് നോക്കി ആ സിനിമ മോശമാണ് എന്ന് പറയാനുള്ള മനസ്സ് പലർക്കും ഉണ്ടാവില്ല. അതുതന്നെയായിരുന്നു പല സിനിമയുടെയും പരാജയം. സിനിമ ഇന്ന കാരണങ്ങളെ കൊണ്ട് മോശമാണെങ്കിൽ അത് പറഞ്ഞിരുന്നെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനുള്ള സമയം കിട്ടിയാനെ. എന്തായാലും ആ സിനിമ റിലീസായി, ഹിറ്റായി, സൂപ്പർ ഹിറ്റായി. മമ്മൂട്ടിക്ക് മാത്രമല്ല, അതിന് സംവിധായകന്, എഴുത്തുകാരന്, മറ്റഭിനേതാക്കൾക്ക്, ഉർവശി അടക്കമുള്ള അഭിനേത്രികൾക്ക് പേര് കിട്ടി എന്നുള്ളതായിരിക്കണം. അങ്ങനെ പറയുകയാണെങ്കിൽ ഒരാളെ മാത്രം വിശ്വസിച്ചുകൊണ്ട്, മമ്മൂട്ടി എന്നുള്ള നടനെ മാത്രം വിശ്വസിച്ചുകൊണ്ട് എടുത്തൊരു സിനിമയാണ് മൃഗയ എന്നാലോചിക്കണം. ആ മൃഗയ ചരിത്രത്തിൻ്റെ ഭാഗമായി ഇപ്പോഴും അതൊരു റീമേക്ക് ചെയ്താൽ അഭിനയിക്കാൻ മമ്മൂട്ടി തയ്യാറാണ് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. മൃഗയ വേറെ രൂപത്തിൽ വരുന്നത് കൊള്ളാം.